ഹായ്. അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ഏത്തക്കൊല പഴുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ നനച്ച് കൊടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട് 2 കായ് പഴുത്ത് നിൽപ്പുണ്ട്. മൂന്നാമതൊരെണ്ണം ഇങ്ങനെ പഴുക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ എല്ലാം ഒരേ സമയത്ത് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ കുലയ്ക്കാൻ തുടങ്ങിയത് ഓരോ സമയത്താണല്ലോ, എല്ലാം ഒന്നിച്ചൊന്നും കുലച്ചില്ല കേട്ടോ. അപ്പോൾ ആദ്യം കുലച്ചൊക്കെ മൂക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ കുറച്ചായുള്ളൂ കുലയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇതുണ്ടല്ലേ, അപ്പോൾ ഇനി കുറച്ച് കുലയ്ക്കാനുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 8-8.5 മാസമായി നമ്മുടെ ഈ വാഴ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് കുലച്ച് അത്യാവശ്യം ആഴ്ചയിൽ 2 പ്രാവശ്യം നനച്ചൊക്കെ കൊടുത്ത്, പിന്നെ അത്യാവശ്യം വളങ്ങൾ, ഒരുപാട് രാസവളങ്ങൾ, വലിയ വലിയ രാസവളങ്ങളൊന്നും വാങ്ങിയില്ലാതെ അത്യാവശ്യം നമ്മൾ ജൈവവളങ്ങളൊക്കെ ഇട്ടും അങ്ങനെയൊക്കെ വളർത്തിയാണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് എന്താണ് വാഴവിത്തുകൾ വേറെ നട്ടിട്ടുണ്ട്. പിന്നെ ഏകദേശം 1 മാസമായത് കുറച്ചുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ നമ്മളിങ്ങനെ ഓരോ കൊലയും കൊത്തുന്നതിനനുസരിച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒരു 4-5 വിത്തുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് പിരിച്ച് സമയം കിട്ടുന്ന പോലെ നമുക്ക് മാറ്റി നട്ട് കൊടുക്കാമല്ലോ. അപ്പം അങ്ങനെ നട്ടിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ നനച്ചൊക്കെ കൊടുത്ത് അത്യാവശ്യം കുറേശ്ശെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താലേ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് പഴിപ്പിക്കാനും കറി വെക്കാനും അങ്ങനെയൊക്കെ ആകും. അതുപോലെ അതിൻ്റെ വാടച്ചുണ്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെയൊക്കെ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് അത്യാവശ്യം വലിയ കൊലകളൊക്കെ ആണെങ്കിലും നമുക്ക് കടയിൽ കൊടുക്കുകയും ചെയ്യാമല്ലോ. എന്നുവെച്ചാൽ എല്ലാം പഴിപ്പിച്ചിട്ട് നമുക്ക് ചിലവായില്ലെങ്കിൽ ബാക്കി നമുക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് വളങ്ങളൊക്കെ വാങ്ങാനുള്ള പൈസ കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ നമ്മുടെ വിളവ് കൊള്ളാം അല്ലേ? ഓക്കേ.